നമസ്കാരം, സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസത്തെ പുണർദം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലാണ്. ശേഷം 15 നാഴിക വരുന്ന കർക്കിടകക്കൂറിലുമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അത് കാരണം ജന്മരാമ വനീയ ദുഃഖം എന്ന് പറയുന്ന യോഗമാണ്. ഇത്തിരി ദൈവാധീനക്കുറവുണ്ട്, വ്യാഴപ്പിഴവുണ്ട്. അതേപോലെ തന്നെ 10ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം നിവർത്തി സ്ഥാനാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗം ഉള്ളതെങ്കിലും കണ്ടകശനിയുടെ ഒരു ദോഷം കൂടിയുണ്ട്. അപ്പോൾ ശനിദോഷമുള്ളത് കാരണം എത്ര ഉത്സാഹത്തോടുകൂടി പ്രവൃത്തി എടുത്താലും പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഭാഗ്യസ്ഥാനത്താണ് അമൃതദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത്. ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സഹായ സ്ഥാനാധിപതി ശത്രു സ്ഥാനാധിപതിയോട് ചേർന്ന് ബാധയിൽ നിൽക്കുന്ന കാരണം സഹായികൾ ശത്രുക്കളാകുക എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിവർത്തി സ്ഥാനത്ത് ശത്രു സ്ഥാനാധിപതി നിൽക്കുന്ന കാരണം കൊണ്ട് എന്താണോ നമ്മളിലേക്ക് ഗുണം വേണ്ടത്, ആ ഗുണം കിട്ടുന്നതിന് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യത ശത്രുദോഷം പ്രബലമായതുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അതുകൂടാതെ കണ്ട് ഗണപതി ഹോമം, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നീ വഴിപാടുകളൊക്കെ ചെയ്ത് ശത്രുദോഷം പരിഹരിച്ചാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ കിട്ടാനായിട്ട് ഈ മാസത്തിൽ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുള്ളൂ. അപ്പോൾ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധനും പൂർവ്വപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രനും ശത്രുസ്ഥാനത്താണ്. അപ്പോൾ അത് കാരണം കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമൊക്കെ ശത്രുദോഷത്തിൻ്റേതായ ദുരിതങ്ങളുള്ളത് കണ്ട് മനസ്സുകൊണ്ടും അവർക്ക് താല്പര്യക്കുറവ് പോലെയുള്ള വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇങ്ങനെ കാലതാമസം വന്ന് നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ തടസ്സങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയാണുള്ളത്. അത് കാരണം ഈ പരിഹാരങ്ങൾ ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന, കണ്ടശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം, നാഗപൂജ ചെയ്യുക. ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 12ാം വ്യാഴമാണ്. കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ അത് കാരണം വിഷ്ണു ക്ഷേത്രം, നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. ശത്രുസ്ഥാനത്ത് പോയിട്ടാണ് ധനാധിപതി നിൽക്കുന്നത്. അപ്പോൾ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും അതുകൊണ്ട് ശത്രുത ഉണ്ടാകുക, സാമ്പത്തിക ഞെരുക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ 5ാം ഭാവത്തിൽ ബുധശുക്ര യോഗമുണ്ട്. മനസ്സിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടും ശുഭഫലങ്ങൾ അനുഭവിക്കാനായിട്ടും ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അഷ്ടമത്തിൽ രാഹു നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ എന്തായാലും ഈ മാസത്തിൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.